Hi friends, welcome to our channel. Shipping and Waterways Ministries-ന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമായ കൊച്ചിൻ പോർട്ട് അതോറിറ്റി അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1961 പ്രകാരം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പരിശീലനത്തിനായി അപ്രന്റീസുമാരെ നിയമിക്കാൻ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റുകളും ഒഴിവുകളും നോക്കാം. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലെ 3 പ്രധാന വിഭാഗങ്ങളിലായാണ് അപ്രന്റീസ് ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. BVOC ഇൻ ലോജിസ്റ്റിക് കുറഞ്ഞത് 60% മാർക്കോടെ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ BBA കുറഞ്ഞത് 60% മാർക്കോടെ പാസ്സായിരിക്കണം. ഒഴിവുകളുടെ എണ്ണം വരുന്നത് 4 ആണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് പറഞ്ഞിട്ടുണ്ട് 9,000 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് BCom ഇൻ അക്കൗണ്ടിങ് കുറഞ്ഞത് 60% മാർക്കോടെ, അല്ലെങ്കിൽ BCom ഇൻ ടാക്സേഷൻ കുറഞ്ഞത് 60% മാർക്കോടെ പാസ്സായിരിക്കണം. ഒഴിവുകളുടെ എണ്ണം വരുന്നത് 4 ആണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് വരുന്നത് 9,000 രൂപയാണ്. നെക്സ്റ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട യോഗ്യത BSc കുറഞ്ഞത് 60% മാർക്കോടെ പാസ്സായിരിക്കണം. ഒഴിവുകളുടെ എണ്ണം വരുന്നത് 2 ആണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് വരുന്നത് 9,000 രൂപയാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 12 ആണ്. അതേപോലെ റിസർവേഷൻ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായ 2025 ഓഗസ്റ്റ് 12 അടിസ്ഥാനമാക്കിയാണ് ഏജ് കണക്കാക്കേണ്ടത്. ക്വാളിഫയിങ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുക. ഷോർട്ട് ലിസ്റ്റഡ് അപേക്ഷകർക്ക് ഇന്റർവ്യൂ ഉണ്ടാകും. ഫൈനൽ സെലക്ഷൻ വരുന്നത് അപേക്ഷകന്റെ ഇന്റർവ്യൂയിലുള്ള പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. നാറ്റ്സ് പോർട്ടൽ വഴിയുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതായത് nats.education.gov.in വഴിയുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അപേക്ഷകർക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കണം. SC, ST, OBC, EWS വിഭാഗങ്ങൾക്ക് റിസർവേഷൻ നിയമങ്ങൾ പ്രകാരമുള്ള ഇളവുകൾ ലഭിക്കും. നെക്സ്റ്റ്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരേ സമയത്ത് ഒന്നിലധികം വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതിന് അപേക്ഷിക്കുന്നതിനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ മുൻപ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. മുൻപ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർ അല്ലെങ്കിൽ ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ നിങ്ങൾ യോഗ്യത നേടിയ ശേഷം 1 വർഷത്തിനുമേൽ ജോലി അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ ക്വാളിഫയിങ് എക്സാം പാസ്സായ തീയതി മുതൽ 3 വർഷം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. മാർക്ക് ഷീറ്റിൽ തീയതി ഇല്ലെങ്കിൽ പ്രിൻസിപ്പൽ നൽകുന്ന റിസൾട്ട് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നൽകണം. അതേപോലെ തന്നെ അപേക്ഷ നാറ്റ്സ് പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊച്ചിൻ പോർട്ട് അതോറിറ്റി സെലക്ട് ചെയ്യുക എന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാവൂ. ഈ അവസരം പുതിയ ഗ്രാജുവേഷൻകാർക്കും ഡിപ്ലോമക്കാർക്കും ഗവൺമെന്റ് അപ്രന്റീസ്ഷിപ്പ് അതോറിറ്റിയിലായിട്ട് വർക്ക് എക്സ്പീരിയൻസ് നേടാനുള്ളതാണ്. സോ ഇതിൽ എക്സാം ഇല്ല, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല. നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് വഴിയായിരിക്കും സെലക്ഷൻ. അപ്പോ ഇതൊരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയാലും ഭാവിയിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിനുള്ള വഴിയാണ് ഇതിലൂടെ ഓപ്പൺ ആവുന്നത്. അതേപോലെ തന്നെ കൊച്ചിൻ പോർട്ട് പോലെയുള്ള പ്രമുഖ സ്ഥാപനത്തിൽ അപ്രന്റീസ്ഷിപ്പ് നേടുന്നത് നിങ്ങളുടെ റെസ്യൂമിനും വലിയൊരു വാല്യൂ നേടാനായിട്ട് സഹായിക്കും. സോ ഈ അവസരം യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.